കോടതിയുടെ വിധി അതിൽ 14 മാറ്റിവെച്ച വിധി വന്നിട്ടുണ്ട്. 15 എട്ടുകാലി മൂഞ്ഞി കാക്ക വന്നിട്ട് എന്ത് പറഞ്ഞു? ഇത് ഞാൻ മാറ്റിവെച്ചതാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അവിടുത്തെ സ്പിരിച്വൽ സർക്കിൾസിൽ, അവിടുത്തെ ലീഗൽ സർക്കിൾസിൽ ഹബീബ് എന്ന് പറഞ്ഞ സ്പിരിച്വൽ ലീഡർ അദ്ദേഹത്തെ ഇൻവോൾവ് ആക്കിയത് തന്നെ കാന്തപുരമാണ്. അതേ അവിടുത്തെ ജഡ്ജസുമായിട്ട് സംസാരിച്ചു. അവിടുത്തെ ജഡ്ജസ് അറ്റോർണി ജനറൽ വിളിച്ചു, കേസ് വിളിപ്പിച്ചു. അവിടെയുള്ള ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫാസ്റ്റ് ആൻഡ് ചെയ്തു. നമ്മുടെ നാട്ടിൽ പോലും ഏതെങ്കിലും ഒരു കോടതി ഉത്തരവ് ഒരു ദിവസം കൊണ്ട് മരവിപ്പിക്കാൻ പറ്റുമോ? ഒറ്റ ദിവസം കൊണ്ടാണ് അത് മരവിപ്പിച്ചത്. ആ ഓർഡർ കിട്ടിയത് ഇവർക്കാണ്. അപ്പം ഈ ലീഗൽ ആക്ടിവിറ്റീസ് മൊത്തം നടത്തിയതും പ്രവർത്തനമൊക്കെ നടത്തിയത് കാന്തപുരമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് വളരെ ആശ നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് നിമിഷപ്രിയയുടെ എക്സിക്യൂഷന് താൽക്കാലികമായിട്ട് സ്റ്റേ കിട്ടിയത് അദ്ദേഹത്തിന് ഒരു വലിയ റോളുണ്ട്. നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. താൽക്കാലികമായി ഡേറ്റ് മാറ്റി എന്നുള്ള ഒഴിച്ചാൽ ബാക്കി ഒന്നും അങ്ങോട്ട് ഫലപ്രദമല്ല. കേന്ദ്ര സർക്കാർ പറയുന്നത് ഇക്കാര്യത്തിൽ മറ്റാരും ഇടപെടരുത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് ഇപ്പോൾ ഒരു ഭരണകൂടം ഒന്നും തന്നെ ഇല്ല, ഹൂത്തികളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് എന്തായിരിക്കും ഇനിയുള്ള അവസ്ഥ? ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടുള്ള ജോലി ചെയ്യുകയും കേന്ദ്ര സർക്കാരിനെ കൊണ്ട് യഥാർത്ഥത്തിൽ എത്ര ശ്രമം നടത്തിയാലും കേരള സംസ്ഥാന സർക്കാരിൻ്റെയോ കേരള സർക്കാരിൻ്റെ ഇടപെടലുകൊണ്ട് ഈ വിഷയം പരിഹരിക്കില്ല എന്നതാണ് നമ്മൾ ഇത്ര നാളായിട്ട് കണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ഒരു സർക്കാർ സംവിധാനം ഇല്ല എന്നുള്ളതാണ്. അവിടെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഊതികളുടെ ഒരു നേതൃത്വമാണ് അവിടെ നിലനിൽക്കുന്നത്. അവിടെ അവർ തീരുമാനിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. തീർച്ചയായിട്ടും കാന്തപുരത്തിന് അതിൽ നല്ല റോൾ വഹിക്കാൻ കഴിയുകയും കേന്ദ്ര സർക്കാർ അതിൽ ആ വിഷയത്തിൽ ആത്മാർത്ഥമായി ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കാന്തപുരം അടക്കമുള്ള ആളുകൾ ഇടപെടുന്നതിനെ തടസ്സപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. അനാവശ്യമായി പൈസ പിരിച്ച് കുറെ ആളുകൾ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നിരുത്സാഹപ്പെടുത്തുകയും അതിനെ വാച്ച് ചെയ്യുകയും ചെയ്യണം. അതേസമയം കാന്തപുരത്തിനെ പോലുള്ള ഒരാൾ ഏത് വഴി ഉപയോഗിക്കാന്നാണ് ഇപ്പൊ മാഡം പറയുന്നത്? അല്ല, ഏത് വഴി എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന് ഇപ്പൊ കാന്തപുരത്തിനെ പോലുള്ള ഒരാൾ അത് അറിയപ്പെടുന്ന ഒരാളാണ്. ആൾ ഒരു തരത്തിൽ പൈസ പിരിക്കുന്ന ഒരു പരിപാടി അദ്ദേഹം നടത്തിയിട്ടില്ല. അല്ലാതെ ഇതിനു വേണ്ടി പൈസ പിരിക്കുകയും വേറെ രീതിയിൽ അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ നിയന്ത്രിച്ചോട്ടെ. അതേസമയം കാന്തപുരത്തിനെ പോലുള്ള ആളെ ഇടപെടിക്കാതെ കേന്ദ്ര സർക്കാരിന് ഒറ്റയ്ക്ക് ഈ വിഷയം പരിഹരിക്കാൻ കഴിയില്ല. അങ്ങനെ നിമിഷപ്രിയയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചാൽ, അതായത് കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിന് പറ്റില്ല എന്ന് ഞാനൊക്കെ വിശ്വസിക്കുന്നു പറഞ്ഞാൽ അവിടെ ഒരു സർക്കാർ ഉണ്ടായിരുന്നെങ്കിൽ സർക്കാരുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കും. ഇപ്പോ കാന്തപുരം ഇടപെട്ടതിന് ശേഷം മുസ്ലിം വിഭാഗങ്ങളായിട്ടുള്ള കാന്തപുരത്തിനെ പോലുള്ള ആളുകൾ ഇടപെട്ടാണ് ഈ വിഷയം പരിഹരിക്കുന്നതെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള വിമർശനം വന്നപ്പോഴാണ് ഇനി വേറെ ആരും ഇടപെടേണ്ടതില്ല എന്ന് ഈ മുരളീധരൻ അടക്കമുള്ള ആളുകൾ പത്രസമ്മേളനം നടത്തി പറയുന്നത്. പക്ഷെ നമ്മൾക്ക് ആവശ്യം എന്താണ്? ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്നതാണ്. അതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടാൽ കേന്ദ്ര സർക്കാരിന് എതിരായിട്ട് ജനങ്ങളുടെ വലിയ വികാരം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇപ്പൊ കാന്തപുരം ഇടപെടുകയാണെങ്കിൽ അതുപോലുള്ള ആളുകൾ ഇടപെടുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും കേന്ദ്ര സർക്കാരിന്റെ ഇൻഫ്രാസ്ട്രക്ചർ അവർക്ക് ഈ പറഞ്ഞ വിഭാഗങ്ങളുമായി, മാത്രമല്ല ഈ വിഷയത്തിൽ ഈ കൊല്ലപ്പെട്ട ആളുടെ സഹോദരൻ ഈ വിവാദങ്ങൾ ഉണ്ടായപ്പോഴാണ് ഇനി അതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല, ശിക്ഷ എൻ്റെ സഹോദരൻ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു, ഇവർക്കും കൊല തന്നെ ശിക്ഷ വേണം എന്ന നിലപാടിലേക്ക് എത്തുന്നത്. ഇത് കേട്ടില്ലേ? അങ്ങനെ ഇതൊരു വക്കീലാണ്. അങ്ങനെയുള്ളവരുടെ എല്ലാ വക്കീലന്മാരും ഈ നിയമവശം പറയുന്ന എല്ലാവരും പറഞ്ഞ നിയമകാര്യനെ ഈ വക്കീൽ പറഞ്ഞപ്പോൾ എന്താ, ഇതിൽ നമുക്ക് നമ്മളെ ഗവൺമെന്റിനോ ഇന്ത്യ ഗവൺമെന്റിനോ അതുപോലെ കേരള ഗവൺമെന്റിനോ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഓലെ കൊണ്ട് തീരുമാനമാക്കാൻ കഴിയില്ല എന്നാ പറഞ്ഞു. AP സ്ഥാനം ഇടപെടൽ തന്നെ വേണം, ഉസ്താദിന് പിന്തുണ കൊടുക്കണം, കേന്ദ്ര ഗവൺമെന്റ് ഉസ്താദിന് പിന്തുണ കൊടുക്കണം എന്ന് ഈ വക്കീൽ പറയുന്നുണ്ട്. എങ്ങനെയുണ്ട്? AP സ്ഥാൻ്റെ ആളാ അല്ലല്ലോ. അപ്പൊ അതിനെതിരെ പറഞ്ഞ ഈ കുരുവട്ടൂരികളെ പോലത്തെ ചില എരപ്പാളികൾ, ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്, ആ എരപ്പാളികളല്ലാത്ത സർവ്വ ആളുകളും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. മനസ്സിലായോ? ഈ എരപ്പാളികൾ മാത്രമേ ഉള്ളൂ അതിനെതിരായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സംഖ്യകളും കുറച്ച് നിരീശ്വരവാദി യുക്തിവാദികളിൽപ്പെട്ട കുറച്ച് ബല കൂട്ടാളികളും പിന്നെ ബല ചാനലായ ജനൻ TV, നൗഷാദ് അഭിമുഖത്തിൽ വിളിച്ച് പത്രസമ്മേളനത്തിൽ അഭിമുഖം കൊടുത്ത ജനൻ TVയും അതിന്റെ അനുയായികളും ഈ എരപ്പാളികളായ കുരുവട്ടൂരികളും അല്ലാത്ത സർവ്വ ആളുകളും ഇതിനെ അംഗീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. പരിശോധിച്ചു നിങ്ങൾ. ഇതുകൊണ്ട് നിങ്ങൾ ഇതിലൊക്കെ നമുക്ക് വലിയ പാടുണ്ട്. കാരണം എന്താ, ഈ വട്ടൂരികൾ ഈ അൻവരി നൗഷാദും കുഞ്ഞാമ നടക്കുള്ളവർ എന്താ പറഞ്ഞേ, കാന്തപുരം സമൂഹത്തെ വഞ്ചിക്കാണ്, പച്ചക്കള്ളം. അങ്ങനെ കാന്തപുരം സമൂഹത്തെ വഞ്ചിക്കുകയാണെങ്കിൽ ഈ ചാണ്ടി ഉമ്മ ഇന്ന് മർക്കസിൽ വന്നാണ് അതൊക്കെ റിപ്പോർട്ടർ ചാനലിലാക്കണ ഡേറ്റ് അടക്കം. മനസ്സിലായോ? അങ്ങനെ സമൂഹത്തെ വഞ്ചിക്കുകയാണെങ്കിൽ വരുമോ ചാണ്ടി ഉമ്മൻ? അപ്പോൾ അവർക്കറിയാം ഇതിന്റെ പിന്നിൽ ആരാണ് ഇടപെടലാണ് അത്യാവശ്യമായിട്ടുള്ളത്, ആരുടെ ഇടപെടലാണ് ഫലം കണ്ടിട്ടുള്ളത് എന്നുള്ളത്. എല്ലാവരും ഇടപെട്ടിരിക്കുന്നത്, എല്ലാവരും സഹായ സഹകരണങ്ങളുണ്ട്. അതൊക്കെ ചാണ്ടി ഉമ്മനും പറയേണ്ടത് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിലൊക്കെ ഉപരി ആ വക്കീൽ പറഞ്ഞ മാതിരി ഏതായാലും കോമാട്ട് ചാനൽ ലൗലാക്ക പറഞ്ഞില്ലേ ഇത് നാടന്മാരെ കാലാണ്, അത് വളരെ കൃത്യമായിപ്പം. നാടന്മാർ എന്ന് പറയുമ്പോൾ നമ്മളും വിചാരിച്ച് ഇത് നമ്മളെ വിഭാഗത്തിൽപ്പെട്ട നാടന്മാരെ കരഞ്ഞ് ഈ ഔലാക്കാക്കെതിരെ രംഗത്ത് വരാന്ന്. അല്ല, സംഭവം ഔലാക്ക പറഞ്ഞേ അത് വല്ലാത്തൊരു പറച്ചില, ഒരു ഒന്നൊന്നര സവാലേറിന്റെ മാതിരി സകല നാടന്മാരും ഇറങ്ങാണ്. നേരത്തെ നമ്മൾ പലതും നാടന്മാരത് വിട്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ അവസാനത്തെ ആക്ഷൻ കമ്മിറ്റി കൗൺസിലിന്റെ
ട്രഷറർ രംഗത്ത് നിന്ന് പള്ളർച്ചു കൊടുത്തിട്ടുണ്ട്. യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം. ഈ കുറുവാ സംഘം കൃസംഖികളുടെ കൂടെ കൂടി, സംഖ്യകളുടെ കൂടെ കൂടി, മൗദൂദികളുടെ കൂടെ കൂടിയിട്ട് അവരിൽ നിന്നൊക്കെ അച്ചാരം വാങ്ങിയിട്ട് ഇങ്ങനെ നോണയും പറഞ്ഞ് നുണച്ചേളായി നടക്കുന്നത് പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ട്. 10-15 കൊല്ലം ഇവർ തട്ടിമാത്രം കുടിച്ചും കൈക്കോട്ടും പിക്കാസും ദാർപ്പായും ചിരട്ട അടക്കം കൊണ്ട് ഓരോ കവലകളിലും ആർപ്പം പൊളി ഉണ്ടാക്കിയിട്ട് അത് മുഴുവൻ ഉസ്താദിന്റെ ഷെയ്ഖുനാന്റെ ഒരൊറ്റ ഫോൺ കോൾ കൊണ്ട് തകർന്നടിയുന്ന ആ സുന്ദരമായ മുഹൂർത്തം ഇത് കണ്ടിട്ട് കുരുവട്ടൂരികൾക്ക് മനസ്സ് പൊട്ടുകയാണ്. എന്താ ചെയ്യാം? കഴുതക്കാമം കരഞ്ഞു തീർക്കല്ല നിർവാഹ്യല്ലോ. ആ ഒരു പ്രവൃത്തിയാണ് ഈ കൈതകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൈതകൾ ഞാൻ വെറുതെ പറഞ്ഞല്ല, ഓല് തുറന്നാണല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭാഗം എന്നുള്ള നിലക്കാണ് ഞാൻ കൈതകൾ എന്ന് പറഞ്ഞാൽ അതിനാരും സൈക്കെടുത്ത് പിന്നാലെ വരണ്ട. അവരുടെ കഴുതകളായി ജീവിക്കാൻ അല്ലാഹു ശൈഖുനയുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഏതായാലും ഇപ്പോഴും മർക്കസിലേക്ക് ഓരോ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഷെയ്ഖുന അതിൽ ഇടപെട്ടതിനെ സംബന്ധിച്ച് ഓരോരുത്തരും ഇപ്പോഴും 100 നാക്കോട് കൂടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുരുവട്ടൂരികളാണെങ്കിലോ ഒരു മൂലക്ക കുത്തർന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യഞ്ഞി, നെഞ്ഞത്തടിച്ച് കരയല്ലാതെ ഇനി പതാ കാട്ടുക. വല്ലാത്തൊരു കഷ്ടം. അതുപോലെ കാന്തപുരത്തിന്റെ ഇടപെടൽ അദ്ദേഹം പറഞ്ഞിരുന്നു, എന്നോട് ചാണ്ടിയമ്മ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഇടപെടൽ ഇപ്പൊ എത്രത്തോളം പ്രതീക്ഷ നൽകുന്നുണ്ട്? അദ്ദേഹത്തിന് അവിടുത്തെ സ്പിരിച്വൽ സർക്കിൾസിൽ, അവിടുത്തെ ലീഗൽ സർക്കിൾസിൽ ഹബീബ് എന്ന് പറഞ്ഞ സ്പിരിച്വൽ ലീഡർ അദ്ദേഹത്തെ ഇൻവോൾവ് ആക്കിയത് തന്നെ കാന്തപുരമാണ്. അതേ അവിടുത്തെ ജഡ്ജസുമായിട്ട് സംസാരിച്ചു. അവിടുത്തെ ജഡ്ജസ് അറ്റോർണി ജനറൽ വിളിച്ചു, കേസ് വിളിപ്പിച്ചു. അവിടെയുള്ള ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫാസ്റ്റ് ആൻഡ് ചെയ്തു. നമ്മുടെ നാട്ടിൽ പോലും ഏതെങ്കിലും ഒരു കോടതി ഉത്തരവ് ഒരു ദിവസം കൊണ്ട് മരവിപ്പിക്കാൻ പറ്റുമോ? ഒറ്റ ദിവസം കൊണ്ടാണ് അത് മരവിപ്പിച്ചത്. ആ ഓർഡർ കിട്ടിയത് ഇവർക്കാണ്. അപ്പം ഈ ലീഗൽ ആക്ടിവിറ്റീസ് മൊത്തം നടത്തിയതും പ്രവർത്തനമൊക്കെ നടത്തിയത് കാന്തപുരമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് വളരെ ആശ നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് നിമിഷപ്രിയയുടെ എക്സിക്യൂഷന് താൽക്കാലികമായിട്ട് സ്റ്റേ കിട്ടിയത് അദ്ദേഹത്തിന് ഒരു വലിയ റോളുണ്ട്. ഏത് പോയിന്റിലാണ് ഉസ്താദിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ഇങ്ങനെ ഒരു സൊല്യൂഷനിലേക്ക് വരുമെന്നൊരു തോന്നൽ? അല്ല, അദ്ദേഹത്തിന് അന്താരാഷ്ട്ര തലത്തിലുള്ള ബന്ധങ്ങൾ, അദ്ദേഹത്തിന് സ്പിരിച്വൽ ആയിട്ടുള്ള കണക്ഷൻസ് ഉണ്ട് എന്നെനിക്കൊരു തോന്നൽ വന്നു. അദ്ദേഹം അത് കറക്റ്റ് ആണെന്ന് തെളിയിക്കുകയും ചെയ്തു. അദ്ദേഹം യമനിൽ അദ്ദേഹത്തിന് അടുത്ത ഒരു അനുയായി ഷെയ്ഖ് ഹബീബ്, അങ്ങനെ ഒരു ഉമർ, അദ്ദേഹവുമായിട്ടൊരു ബന്ധമുണ്ട് എന്നുള്ളത് അപ്പോൾ തന്നെ തെളിഞ്ഞു വന്നു. അപ്പോൾ തന്നെ അദ്ദേഹമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അദ്ദേഹം പല ആൾക്കാരും അവിടുത്തെ ലീഗൽ സർക്കിൾസിൽ ജഡ്ജിമാരടക്കം, സുപ്രീം കോടതി ജഡ്ജസിനടക്കം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ആ കമ്മ്യൂണിക്കേഷന് ഫലമുണ്ടായി. നിങ്ങൾക്ക് ഒറ്റ ദിവസം ഇതിൻ്റെ ഒരു എഫക്റ്റ് നമ്മൾ കാണുന്നില്ലേ? അപ്പം നമ്മളെല്ലാവരും ചേർന്ന് നടത്തുന്ന ഒരു എഫേർട്ടിനെ അതിനെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്യരുത്. ആ കമ്പാർട്ട്മെന്റലൈസേഷൻ ശരിയല്ല. എല്ലാവർക്കും വലിയ പങ്കുണ്ട്. ആ പങ്കിനെ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. അതുകൊണ്ട് ഇതിനകത്തൊരു ഡിസ്കഷൻസ് ഫർദർ വേണ്ട. കേട്ടില്ല, വട്ടൂരികളെ പരിപാടി പൊളിച്ചടക്കുക. നൗഷാദും കുഞ്ഞായ്മ അൻവരി അവിടെ പറഞ്ഞത് എന്താ? അതൊക്കെ പൊളിച്ച് ബാത്തിലാക്കി കൊടുക്കണാര് ചാണ്ടിയുമ്മൻ. എങ്ങനെയുണ്ട്? ഇവർക്കിപ്പോൾ നമ്മൾ മറുപടി വരണ്ട. ഇവിടുത്തെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ നേതാക്കന്മാർ തന്നെ ആ വിഷയത്തിൽ ഇടപെട്ട ആളുകൾ, ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെ വളരെ കൃത്യമായിട്ട് പത്രക്കാർ ചോദിക്കുമ്പോൾ അതിന് മറുപടി കേട്ട് നോക്കി. എങ്ങനെയുണ്ട്? നൗഷാദും കുഞ്ഞായ്മ അൻവരി എന്താ പറഞ്ഞാൽ ഇടപെട്ടിട്ടില്ല, തട്ടിപ്പാണ്, സമൂഹത്തെ വഞ്ചിക്കാണ് കാന്തപുരം ചെയ്തത്. അങ്ങനെയാണോ? അങ്ങനെ ഒരിക്കലുമല്ല. അത് പച്ചക്കള്ളം. ഈ എരപ്പാളികളായ കുരുവട്ടൂരികൾ, ഞാൻ അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ എരപ്പാളികൾ മാത്രമാണ് അങ്ങനെ പറഞ്ഞത്. ആ എരപ്പന്മാർ പോലെ എരപ്പാളികൾ അല്ലെങ്കിൽ പിന്നെ ആരാ എരപ്പാളികൾ? ഇത്രയും വ്യക്തമായ ഒരു സത്യത്തെ ആ കോലത്തിലാക്കി ഉസ്താദിനെ തേജോധനം ചെയ്യാൻ വേണ്ടി ഈ ശത്രുക്കൾക്ക് ഏണി വെച്ച് കൊടുത്ത ആ എരപ്പാളികൾ മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ഈ അൻവരി, നൗഷാദും കുഞ്ഞാമിനെ പോലത്തെ എരപ്പാളികൾ അങ്ങനെ തന്നെ പറയാൻ പാടുള്ളൂ. ഒരു മനുഷ്യത്തിന് ഒരു മാനസിക പരിഗണന പോലും ആ എരപ്പാളികൾക്ക് കൊടുക്കാൻ പാടില്ല.